ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലിനായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ചിക്കനും ബീഫും ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ടുകൂടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കിഡിൽ സ്നാക്ക് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്ക് വേണ്ടിയിട്ട് 2 വലിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഞാൻ പ്രഷർ കുക്കറിൽ ചേർത്തിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ സ്മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. ചൂടോട് കൂടിയിട്ട് തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. ഒട്ടും തന്നെ വലിയ വലിയ കഷ്ണങ്ങൾ ഇല്ലാണ്ട് വേണം നമ്മളത് ഉടച്ചെടുക്കാൻ. ഇനി അടുത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു വലിയ സവാളയും അതിൻ്റെ കൂടെ ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഞാൻ നമ്മുടെ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതിയാകും. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും കൂടെ നന്നായിട്ട് ചതച്ചെടുത്താണ് ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും കൂടെ നമുക്കൊരു 3/4 ടേബിൾ സ്പൂണോളം മതിയാകും. അതുകൊണ്ട് ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെപ്പർ പൗഡറാണ്, അതായത് കുരുമുളക് പൊടിയാണ്. ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ക്യുമിൻ പൗഡറാണ്, അതായത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കുന്ന നമ്മുടെ ഹോട്ട് ചില്ലി സോസ്, അതായത് നമ്മുടെ റെഡ് ചില്ലി സോസാണ്. അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഡാർക്ക് സോയ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മൾ ചേർത്തിട്ടുള്ള കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ജീരകത്തിൻ്റെ പൗഡറും സോസും ഉപ്പും എല്ലാം കൂടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഞാനിതിവിടെ എല്ലാം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു കോഴിമുട്ടയാണ്. ഇത് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. കോഴിമുട്ട കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഈ ഒരു മിക്സ് ആയിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുകയാണ്. നമ്മൾ നെക്സ്റ്റ് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മിക്സ് ഒന്ന് ടൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ തന്നെ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതിനൊരു കൺസിസ്റ്റൻസി നമ്മൾ കോൺഫ്ലോർ ചേർത്തിട്ടാണ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മിക്സ് അത്യാവശ്യം നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ളൊരു മിക്സ് ആയിട്ട് കിട്ടും. ഒരുപാട് ടൈറ്റ് അല്ല. ഈ ഒരു ബാറ്റിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് ലൂസായിട്ട് പോകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്നാക്ക് റെഡി ആക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റ് ആയിട്ട് എടുക്കാനും പറ്റില്ല. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ ഒരു മിക്സ് റെഡിയാക്കിയിട്ട് എടുക്കാൻ. നെക്സ്റ്റ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഓയിൽ ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മിക്സ് നമ്മളൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് അത്യാവശ്യം കുറച്ച് സൈസ് ആയിട്ടുള്ള ഹോൾ കൂടെ ഇട്ട് കൊടുക്കുക. അതായത് നമുക്ക് താഴെ വീഴുന്ന ഷേപ്പിൽ ഈ ഒരു ഷേപ്പിൽ ചുറ്റിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പിൽ വേണം നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാൻ. ഒരുപാട് ചെറുതായി കഴിഞ്ഞാൽ ആ ഹോളിലൂടെ ആ ഒരു മിക്സ് താഴേക്ക് വീഴില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സൈസ് ആയിട്ടുള്ള ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ജിലേബിയുടെ ഷേപ്പിലാണിത് ഈ ഒരു ഓയിലിൽ ചുറ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. തീ കുറച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഓയിൽ കുടിക്കും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. 2 വശവും ഒരുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പൊട്ടറ്റോ ജിലേബി നമ്മളിവിടെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബാക്കിയുള്ള മിക്സ് കൂടെ പൈപ്പിംഗ് ബാഗിൽ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാൻ. ഇതിപ്പോൾ ഇതുപോലെ ഒരു കുഴിയുള്ള പാൻ ആയതുകൊണ്ടാണ് നമുക്ക് ഒരു സമയം ഒന്ന് മാത്രം ചുറ്റിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത്. കുറച്ചുകൂടെ പരന്ന പാനിലേക്ക് നമ്മൾ ഓരോ ഒഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരേ സമയം നമുക്ക് 2 or 3 പൊട്ടറ്റോ ജിലേബി റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്ക് കുറച്ചും കൂടെ എരിവോട് കൂടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് കൂടെ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല സ്പൈസി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇഫ്താറിൻ്റെ സമയത്ത് ഇത് മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്